വിഷുക്കണി കാണാൻ ആള് വരുന്നുണ്ടേ, മാറിക്കോ. അച്ഛാ കണ്ണോർക്കല്ലേ. ആ എടാ എന്റെ മുമ്പിൽ ഉണ്ടോ മക്കളെ? അതൊന്നും കുഴപ്പമില്ല, വാ അച്ഛാ. എടാ ഞാൻ തട്ടി വീഴോ മക്കളെ? എനിക്കറിയില്ല ഭഗവാനെ, എനിക്ക് ഈ കള്ളക്കളി എവിടം വരെ കൊണ്ടുപോകാനാവുന്നു. മകന്റെ തിരിച്ചു വരവിന് വേണ്ടി ഏത് നേരവും പൂജയും വഴിപാടുമായി നടക്കുന്ന ഈ അമ്മയോട് മകൻ ഇനി ഒരിക്കലും തിരിച്ചു വരാനാവാത്തൊരു ലോകത്തേക്കാണ് യാത്ര പോയിരിക്കുന്നതെന്നെങ്ങാനും പറഞ്ഞു. അങ്ങേക്ക് മുന്നിൽ ഈ അമ്മ തല തല്ലിച്ചാവും. അത്രയധികം ഈ അമ്മ ഈ മകനെ സ്നേഹിക്കുന്നുണ്ട്. അമ്മേ പറയമ്മേ, കൃഷ്ണനോട് പറ, അച്ഛനെ തിരിച്ചു കൊണ്ടുവരണോന്ന് പറയമ്മേ. അമ്മ പറഞ്ഞ കൃഷ്ണൻ കേക്കും. അമ്മ പറയുന്നുണ്ട് മക്കളെ, മനസ്സിൽ കൃഷ്ണനെ വിളിക്കുന്നത് തന്നെ അതിനു വേണ്ടിയാ. എങ്ങനെയാ കൃഷ്ണ അച്ഛന്റെ വരവും കാത്തിരിക്കുന്ന ഈ മക്കളോടും മകന്റെ വരവിനായി കാത്തിരിക്കുന്ന ഈ അമ്മയോടും വിഷ്ണുട്ടൻ ഒരിക്കലും തിരിച്ചു വരാനാവാത്ത ലോകത്തേക്കാ പോയിരിക്കുന്നെന്ന് ഞാൻ എങ്ങനെയാ പറയാ? അമ്മ കരയണ്ട കേട്ടോ. അച്ഛൻ വരും, നമ്മളെ കാണാൻ അച്ഛൻ വരും. കൃഷ്ണൻ ഞങ്ങളുടെ അച്ഛനെ അമ്മയുടെ മുമ്പിൽ കൊണ്ടുവന്ന് തരും. അമ്മ കരയാതെ. അമ്മ കരഞ്ഞ ഞങ്ങളും കരഞ്ഞു പോവും. വിഷ്ണു ഇല്ലാത്ത ഈ വീട്ടിൽ ഒരു വിഷുവും ആഘോഷിക്കില്ലെന്ന് തീരുമാനിച്ചതാ. പിന്നെ പിള്ളയാ പറഞ്ഞത്, വിഷുക്കണി ഒരുക്കി എല്ലാവരും കൂടി പ്രാർത്ഥിച്ച വിഷ്ണുവിന്റെ മനസ്സ് മാറി വിഷ്ണു തിരിച്ചു വന്നാലോന്ന്. വിഷുദിനത്തിലെ പ്രാർത്ഥന ചിലപ്പോ ഉപകരിച്ചാലോന്ന്. അതുകൊണ്ട് ചടങ്ങുകളൊന്നും മുടക്കുന്നില്ല. ദാ മക്കളെ സത്യാമ്മയുടെ വിഷുക്കൈ നീട്ടവാ. ദാ മോളെ വിഷുക്കൈ നീട്ടം. മോക്കിന്ന് ഈ പുതുവർഷത്തിൽ ലഭിക്കുന്ന ആദ്യത്തെ ധനം. ഈ വർഷം മുഴുവൻ ഐശ്വര്യവും സാമ്പത്തിക അഭിവൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിക്കുന്നു. മോളെ ഇതാ മോളെ. എന്താ മോളെ ഇത്? നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെ വിഷമിക്കല്ലേ മോളെ. സത്യാമ്മ, കഴിഞ്ഞ തവണ സത്യാമ്മയിൽ നിന്ന് വിഷു കഴിഞ്ഞിട്ട് വാങ്ങിക്കാൻ എന്റെ അടുത്ത് എന്റെ വിഷ്ണുട്ടനുണ്ടായിരുന്നു. കണിയൊരുക്കിയതും വിഷ്ണുട്ടനായിരുന്നു. മോളെ അവൻ വരും. നമ്മളെ വിട്ട് അവൻ അങ്ങനെ മാറി നിൽക്കാനൊന്നും ആവില്ല. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അവനങ്ങനെ തള്ളിക്കളയാനും ആവില്ല. ഇതാ കണ്ടില്ലേ, ഞാൻ അവന് വിഷക്കൈ നീട്ട് മാറ്റി വെച്ചിരിക്കുക. അവനല്ലാതെ പിന്നെ ആരാ ഇത് വാങ്ങിക്കാൻ വേണ്ടി ഇവിടെ വരാനുള്ളത്? എനിക്ക് ഉറപ്പുണ്ട് മോളെ, അവൻ വരും. ഭഗവാനെ, ഈ കുട്ടികളുടെ പ്രാർത്ഥന കേട്ടിട്ടെങ്കിലും
എന്റെ മോൻ എന്റെ മുന്നിലേക്കൊന്ന് കൊണ്ടുത്താ. എത്രയും പെട്ടെന്ന് അവനെ എന്റെ മുന്നിൽ കൊണ്ടു തരണേ കൃഷ്ണ. വിഷുക്കണി കാണാൻ ആള് വരുന്നുണ്ടേ, മാറിക്കോ. അച്ഛാ കണ്ണോർക്കല്ലേ. ആ എടാ എന്റെ മുമ്പിൽ ഉണ്ടോ മക്കളെ? അതൊന്നും കുഴപ്പമില്ല, വാ അച്ഛാ. എടാ ഞാൻ തട്ടി വീഴോടെ മക്കളെ. ആ എടാ ഇവിടെ ഒന്നും ഇല്ലല്ലേ? ആ അച്ഛൻ നേരെ വന്നേ. എനിക്ക് ഈ ചെറുക്കനെ കൊണ്ട് വന്നാ ദേ ഞാൻ കൈമാറ്റാൻ പോവാണ്. കണ്ണു തുറന്നത് കൃഷ്ണനെ കണ്ടോ? ആ കൃഷ്ണനെ കണ്ടു കഴിഞ്ഞാലേ പിന്നെ എനിക്ക് കണ്ട മുഖം ഇതാണ്. നിന്റെ എന്റെ കൃഷ്ണ, എല്ലാ വർഷവും ഇങ്ങനെ എന്റെ ഒപ്പം ഉള്ളവർക്കൊപ്പം നിന്ന് കണി കാണാൻ ഈ ഉള്ളവനെ കാത്തോണേ. ഒരാളെയും എന്നിൽ നടത്തിക്കൊണ്ട് പോവല്ലോ എന്റെ ഭഗവാനെ. മക്കൾ എന്തിനാ മാറി നിൽക്കുന്നേ? വിഷു കൈനീട്ടൊന്നും വേണ്ടേ? ഇങ്ങ് വാ. ആ ദേ ഇതെന്റെ സത്യക്കുട്ടിക്ക്. ആ ഇതെന്റെ പപ്പിക്കുട്ടിക്ക്. ആ ഉമ്മ. ഉമ്മ. ഇനിയുണ്ടൊരു സൂത്രം. ആ പിള്ളച്ചേട്ടാ അതീന്നാ. രണ്ടുപേർക്കും ഓരോ പട്ടുപാവാടയാ. ഇത് ഉടുത്തിട്ട് വേണം ഇന്നിവിടെ എല്ലാം ഓടിക്കളിച്ച് നടക്കാൻ. അമ്മേ, നല്ല ഉടുപ്പും പാവാടയും.